കത്തിച്ചൂടി. അങ്ങനെ അത് അരിയിലൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് കുടജാദ്രിയിലേക്കാണ് കേട്ടോ. എൻ്റെ മനസ്സിൽ ഒരിക്കൽ പോലും വരാത്തൊരു സ്ഥലമാണ് കേട്ടോ കുടജാദ്രി. ഞാൻ എന്തെങ്കിലും അവിടെ പോകുന്നോ, എപ്പോഴെങ്കിലും എനിക്ക് ആ ഒരു സ്ഥലം കാണാൻ പറ്റുന്നോ, ഞാൻ ഒരിക്കൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ് കേട്ടോ. മൂകാംബിക അമ്പലത്തിൽ പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ് കേട്ടോ കുടജാദ്രിയിലും കൂടെ കയറണം എന്നുള്ള ആ ഒരു പ്ലാൻ മൈൻഡിലേക്ക് വന്നത്. അങ്ങനെ മനസ്സിൽ തോന്നാൻ കാരണം മൂകാംബിക അമ്പലത്തിൽ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറേ ആൾക്കാർ പറഞ്ഞു കേട്ടോ, അങ്ങനെയാണെങ്കിൽ കുടജാദ്രിയിലും എന്തായാലും കയറണം, ഏതായാലും അതുവരെ പോവല്ലേ എന്ന്. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഇതുപോലൊരു അഡ്വെഞ്ചറിങ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല കേട്ടോ. ഓഫ് റോഡ് ഭയങ്കര അഡ്വെഞ്ചറിങ് ആയിരിക്കും കേട്ടോ. ഈ ജീപ്പിൽ നിന്ന് ഇറങ്ങുന്ന ഓരോരുത്തരുടെ അവസ്ഥ കാണുമ്പോഴും മനസ്സിലാവും അത് എത്രമാത്രം അഡ്വെഞ്ചറിങ് ആയിരുന്നു എന്നുള്ളത്. ഇനി അങ്ങോട്ട് നമ്മൾ നടന്ന് കയറണം. അതും കയറാനുള്ള സ്ഥലം നിരപ്പായ സ്ഥലം എന്നല്ല കേട്ടോ, ഇതേപോലെ ഉരുളൻകല്ലും പാറയും സ്റ്റെപ്പും കാടും, അതും വലിയൊരു കയറ്റാണ് കേട്ടോ. കുറച്ച് ദൂരം നടന്നപ്പോൾ തന്നെ എല്ലാവരും ക്ഷീണിച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പിന്നെയും നമ്മൾ നടക്കാൻ തുടങ്ങി. അതിലെനിക്ക് കുറച്ചും കൂടെ അത്ഭുതം തോന്നിയതും ഭയങ്കര പ്രൗഡായിട്ട് തോന്നിയതും ഈ കാഴ്ച കണ്ടിട്ടാണ് കേട്ടോ. അവന് നടക്കാൻ പൊതുവേ ഇപ്പോൾ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്, പക്ഷെ അവിടെ എത്തിയപ്പോൾ അവൻ നടന്നോളാന്ന് പറഞ്ഞത് അതെന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ച സമയത്താണ് ഞങ്ങൾ നടന്നതെങ്കിലും നല്ല കോട ഉണ്ടായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അങ്ങനെ നടന്ന അവസാനം ഞങ്ങൾ എത്തിയിട്ടോ. അത്രയും നടന്ന് അവിടെ ചെന്നിരുന്നപ്പോൾ കിട്ടിയൊരു സമാധാനം അത് വേറെ തന്നെ ഒരു ലെവലാണേ. അത് കഴിഞ്ഞപ്പോൾ ദാ അച്ചമ്മ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് അതേപോലെ ചെയ്യാണ് അൻവി. ഇതൊന്നും ആരും പറഞ്ഞു കൊടുത്തിട്ട് ചെയ്തതല്ല കേട്ടോ, അവൻ തന്നെ ഒറ്റയ്ക്ക് പോയി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവൻ കാരണമാണ് കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയത്. അല്ലെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ കുടജാദ്രിയിൽ എത്തും എന്നുള്ളത് ഞാൻ ചിന്തിക്കാത്തൊരു കാര്യമാണ്. അതൊരിക്കലും ഞാൻ എൻ്റെ മൈൻഡിൽ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. ആരെ ഭാഗ്യം കൊണ്ടാണെങ്കിലും മനസ്സിന് ഒരുപാട് സന്തോഷം സമാധാനം തോന്നിയ നിമിഷങ്ങളാണിത്. ഞങ്ങളെ 2 ഫാമിലി ഒരുമിച്ച് ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ജീപ്പിലെ ഡ്രൈവർ ഞങ്ങൾക്ക് തന്ന സമയം 1 മണിക്കൂറായതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.